ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു നൈറ്റിയിൽ നിന്ന് എങ്ങനെ അളവെടുക്കാമെന്നാണ് കാണിക്കുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ആദ്യം നമുക്ക് നൈറ്റിയുടെ ലെങ്ത് ആണ് നോക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ നൈറ്റി തിരിച്ചിട്ട് ചീത്ത വശം പുറമേ ആവുന്ന രീതിയിൽ നമ്മളിവിടെ തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ നല്ല വശം. നല്ല വശം ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ, ചീത്ത വശം പുറമേ ആവുന്ന രീതിയിൽ നമ്മളിവിടെ നൈറ്റി നിവർത്തിയിട്ടിട്ടുണ്ട്. ഒന്ന് അയൺ ചെയ്തെടുത്താൽ കൂടുതലായിട്ട് നല്ലതാണ്. കാരണം ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അയൺ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അളവുകൾ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ അയൺ ചെയ്തിട്ടില്ല, എല്ലാം നിവർത്തിയിട്ട് ഒന്ന് കൈകൊണ്ടെല്ലാം തേച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് നൈറ്റിയുടെ ലെങ്ത് ആണ് നോക്കേണ്ടത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് വരുമല്ലോ, രണ്ട് ഷോൾഡറിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം കറക്റ്റ് നേരെ ആകുന്ന രീതിയിൽ ഫ്രണ്ടിലെയും ബാക്കിലെയും സ്റ്റിച്ച് വരുമല്ലോ, ഷോൾഡർ കൂട്ടി യോജിപ്പിച്ചതിൻ്റെ സ്റ്റിച്ച് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് നേരെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം രണ്ട് ഷോൾഡറും അങ്ങനെ നേരെ വെച്ചതിന് ശേഷം നമ്മൾ കൈകൊണ്ടെല്ലാം ഒന്ന് തേച്ച് കറക്റ്റ് ലെങ്തിലെല്ലാം നിവർത്തിയിട്ടെടുക്കണം. അതിനുശേഷം നമുക്ക് ആദ്യം ഫുൾ ലെങ്ത് ആണ് നോക്കേണ്ടത്. നമ്മുടെ നൈറ്റിക്ക് എത്രയാണ് ലെങ്ത് വേണമെന്നാണ് നോക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്നും ടേപ്പ് വെച്ച് താഴെ വരെ നമ്മളിവിടെ ടേപ്പ് ഇവിടെ നിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നും താഴെ വരെ എത്രയാണ് ലെങ്ത് വേണമെന്ന് നോക്കണം. ഇവിടെ ഇപ്പോൾ 50 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അന്നേരം നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് 50 ഇഞ്ചാണ് വരുന്നത്. നൈറ്റിയുടെ ലെങ്ത് വരുന്നത് 50 ഇഞ്ച്. നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഈ 50ൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1/2 ഇഞ്ചും താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1 ഇഞ്ചും വേണം. നമ്മൾ ഈ 50ൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ ചേർത്ത് 51.5 ഇഞ്ച് വേണം ലെങ്ത് നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇങ്ങനെയാണ് നമ്മൾ ലെങ്ത് അളന്നെടുക്കുന്നത്. അടുത്തതായിട്ട് ഇനി നമുക്ക് നോക്കേണ്ടത് ഷോൾഡറാണ്. നമുക്ക് ഷോൾഡറാണ് നോക്കേണ്ടത്. നമ്മുടെ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് വരുന്ന ഇവിടെയാണ്. വെളിയിലേക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ വരുന്നുണ്ട്. നമ്മൾ അന്നേരം ആ തയ്യൽ തുമ്പിൻ്റെ അവിടെ നിന്നും അടുത്ത ഷോൾഡർ വരെയുള്ള ലെങ്ത് എത്രയാണെന്ന് നോക്കണം. വെളിയിലേക്കുള്ള തയ്യൽ തുമ്പും കൂടെ നോക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ പോയിൻ്റ് വരെയല്ല നോക്കേണ്ടത്. എക്സ്ട്രാ ആയിട്ട് തുണി വെളിയിലേക്ക് നിൽക്കുന്ന അവിടം വരെയുള്ള അതാണ് നോക്കേണ്ടത്. ഇവിടെ ഇപ്പം ഷോൾഡർ വരുന്നത് 16.5 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. കണ്ടില്ലേ, നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഭാഗം കഴിഞ്ഞ് എക്സ്ട്രാ ആയിട്ട് തുണി നിൽക്കുന്ന ഇവിടം വരെയാണ് തുണി നിൽക്കുന്നത്. അവിടം തൊട്ട് അടുത്ത സ്റ്റിച്ച് കഴിഞ്ഞ് തുണി നിൽക്കുന്നിടം വരെയുള്ളത് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് നമ്മൾ എടുക്കുവാണ്. ഇവിടെ ഇങ്ങനെ നമ്മൾ ഷോൾഡർ അളന്നെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് തുണിയിലേക്കൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടം തൊട്ട് ഇവിടം വരെ എത്രയാണെന്ന് നോക്കുക. 16.5 ഇഞ്ചാണ് വരുന്നത്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്താണ് നോക്കേണ്ടത്. അതിനായിട്ട് കറക്റ്റ് നെക്കിൻ്റെ അകലം നമ്മൾ കറക്റ്റ് ഇങ്ങനെ അത് നോക്കുവാണ്. ഇവിടെ ഇപ്പോൾ 6.5 ഒരു നെക്കിൻ്റെ തൊട്ട് അടുത്ത നെക്ക് വരെ 6.5 ഇഞ്ചാണ് വരുന്നത്. കണ്ടില്ലേ, 6.5 ഇഞ്ചാണ് വരുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ലെങ്ത് നോക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഇത് കൂട്ടത്തെ ഒരു സ്കെയിലുണ്ടെങ്കിൽ ആ സ്കെയിൽ ആ നെക്കിൻ്റെ താഴ്വശത്ത് എവിടം വരെയാണ് ഇറക്കം വരുന്നത് അവിടം വരെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഷോൾഡറിൻ്റെ അവിടം തൊട്ട് സ്കെയിലിൻ്റെ അവിടം വരെ എത്രയാണ് വരുന്നതെന്ന് നോക്കണം. ഇപ്പോൾ ഇവിടെ ഫ്രണ്ട് നെക്ക് ലെങ്ത് 5 ഇഞ്ചാണ് വരുന്നത്. പിന്നീട് ബാക്ക് നെക്ക് ലെങ്ത് ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ ഒട്ടും ഇറക്കമില്ല. ബാക്ക് നെക്ക് ലെങ്തിന് 1.5 ഇഞ്ചേ ഇറക്കം വരുന്നുള്ളൂ ബാക്ക് നെക്ക് ലെങ്ത്. പിന്നീട് ഇനി നമുക്ക് നോക്കേണ്ടത് ചെസ്റ്റാണ്. ഇനി ചെസ്റ്റ് അളവാണ് നോക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ഈ കൈക്കുഴിയുടെ ഇവിടെ സ്റ്റിച്ച് വരുന്ന ആ പോയിൻ്റ് തൊട്ട് അടുത്ത കൈക്കുഴിയുടെ പോയിൻറ്റിൻ്റെ സ്റ്റിച്ച് വരുന്നിടം വരെയുള്ള അളവ് എത്രയാണെന്ന് നോക്കണം. ഇവിടെ നിന്നും ടേപ്പ് വെച്ച് അടുത്ത കൈക്കുഴിയുടെ അവിടം വരെയുള്ള അളവ് ഇവിടെ നിന്നും അടുത്ത കൈക്കുഴിയുടെ അവിടം വരെയുള്ള അളവാണ് നോക്കേണ്ടത്. ഇവിടെ ഇപ്പം വരുന്നത് 22.5 ഇഞ്ചാണ് വരുന്നത്. നമ്മൾ സ്റ്റിച്ചാണ് നോക്കുന്നത്. സ്റ്റിച്ചിൻ്റെ അവിടം തൊട്ട് ഒരു സ്റ്റിച്ചിൻ്റെ അവിടം തൊട്ട് അടുത്ത സ്റ്റിച്ചിൻ്റെ അവിടം വരെയുള്ള അകലമാണ് നോക്കുന്നത്. 22.5 ഇഞ്ചാണ്. നമ്മൾ തുണി 4ആയിട്ട് മടക്കിയിട്ട് തുണിയിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഈ 22.5 ഇഞ്ചിൻ്റെ പകുതി, അതായത് 11.25 ഇഞ്ചാണ് നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എക്സ്ട്രാ ആയിട്ട് പിന്നെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചും കൂടെ മാത്രം ആഡ് ചെയ്താൽ മതി. ലൂസിനൊന്നും നമ്മൾ പ്രത്യേകം ആഡ് ചെയ്യേണ്ട. കാരണം ഇവിടെ നമ്മൾ നൈറ്റിയിൽ നിന്ന്
എടുക്കുവാണ്. അതുകൊണ്ട് ഇത് ലൂസും എല്ലാം കൂടെ ചേർന്ന് വരുന്ന അളവാണ് നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത്. എങ്കിൽ ബോഡിയിൽ നിന്ന് എടുക്കുവാണെങ്കിൽ നമ്മൾ ലൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ നൈറ്റിയിൽ നിന്നും കറക്റ്റായിട്ടുള്ള അളവാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മളിനി എക്സ്ട്രാ ആയിട്ട് ലൂസൊന്നും ആഡ് ചെയ്യേണ്ട. തയ്യൽ തുമ്പിനായിട്ടുള്ള 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് മാത്രം ആഡ് ചെയ്താൽ മതി. ഇവിടെ 22.5 ഇഞ്ചാണ്. നമ്മൾ തുണി 4ആയിട്ട് മടക്കിയിട്ട് മാർക്ക് ചെയ്യുന്നതുകൊണ്ട് 11.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും. അടുത്തതായിട്ട് ഇനി നമ്മൾ നോക്കുന്നത് വേസ്റ്റ് ലെങ്ത് ആണ്. ഈ നൈറ്റിയിൽ ഏറ്റവും ഒതുങ്ങിയ ഭാഗം വരുന്ന എവിടെയാണെന്ന് നോക്കണം. ചിലരങ്ങനെ വേസ്റ്റ് ഒന്നും കൊടുക്കത്തില്ല. ഇങ്ങനെ അങ്ങ് കറക്റ്റ് ആ ചെസ്റ്റിൻ്റെ അളവിൽ തന്നെ ചരിച്ചിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇനിയായിട്ട് നമുക്ക് വേസ്റ്റ് ലെങ്ത് നോക്കണം. ഇവിടെ പ്രത്യേകിച്ച് വേസ്റ്റ് അളവൊന്നും ഇങ്ങനെ ഷേപ്പ് ചെയ്തൊന്നും കൊടുത്തിട്ടില്ല. ആ കറക്റ്റ് ചെസ്റ്റിൻ്റെ ആ അളവിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് ആ ചെസ്റ്റിൻ്റെ അളവ് തന്നെയാണ് വേസ്റ്റിനും കൊടുത്തേക്കുന്നത്. ഒരുപാട് ഷേപ്പ് ചെയ്തിട്ടില്ല. നമുക്കിനി ഷേപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പം ഏറ്റവും ഒതുങ്ങിയ ഭാഗം നോക്കണം. നമ്മുടെ അളവ് നൈറ്റിയിൽ നിന്ന് ഒതുങ്ങിയ ഭാഗം നോക്കണം. ചിലപ്പോൾ 14-15 ഇഞ്ചൊക്കെയാണ് വരുന്നത്. അവിടെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടുത്തെ ഇങ്ങനെ നമ്മളിപ്പോൾ ചെസ്റ്റിൻ്റെ അളന്നല്ലോ, ഒരു സ്റ്റിച്ചിൽ നിന്ന് അടുത്ത സ്റ്റിച്ച് വരെയുള്ള അകലം എത്രയാണെന്ന് നോക്കണം. എന്നിട്ട് അതിൻ്റെ പകുതിയാണ് നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെസ്റ്റും വേസ്റ്റും മാത്രം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ താഴേക്ക് അങ്ങ് എത്രയാണോ ലെങ്ത് വേണമെന്ന് അവിടേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നൈറ്റിയുടെ കട്ടിങ്ങൊക്കെ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് സ്ലീവിൻ്റെ ലെങ്താണ്. സ്ലീവിൻ്റെ ലെങ്ത് നോക്കാനായിട്ട് നമ്മൾ ഇവിടെ ഈ സ്ലീവ് ജോയിൻറ്റ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ സ്റ്റിച്ച് വരുന്ന അവിടെ തൊട്ട് എൻഡ് വരെ എത്രയാണ് ലെങ്ത് വരുന്നതെന്ന് നോക്കണം. ഇവിടെ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്നും എൻഡ് വരെ എത്രയാണ് ലെങ്ത് എന്ന് നോക്കണം. ഇവിടെ 12.5 ഇഞ്ചാണ്. നമ്മുടെ തേര് ഭാഗമാണ് താഴ്വശത്ത് വരുന്നതെങ്കിൽ നമുക്കവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഇവിടെ ഇപ്പോൾ തേര് ഭാഗമാണ് വന്നേക്കുന്നത്, അതുകൊണ്ട് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നില്ല. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ലെങ്ത്തിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ മാത്രം ആഡ് ചെയ്താൽ മതി. ആം ഹോളുമായിട്ട് ജോയിൻറ്റ് ചെയ്യാനുള്ള 1/2 ഇഞ്ച് മാത്രം എക്സ്ട്രാ ആയിട്ട് ലെങ്ത്തിൻ്റെ കൂടെ കൊടുത്താൽ മതി. എന്നാൽ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ലെങ്ത് വരുന്നത് 13 ഇഞ്ച്. താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 13ൻ്റെ കൂടെ 1.5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിനും താഴ്വശം 1 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന്, സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് 1/2 ഇഞ്ചും താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന് 1 ഇഞ്ചും, അങ്ങനെ നമ്മൾ എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്തെടുക്കണം. ഇവിടെ 13 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത് എങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ ചേർത്ത് 14.5 ഇഞ്ച് നീളത്തിലുള്ള സ്ലീവ് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നീട് നമ്മൾ സ്ലീവ് ഓപ്പൺ റൗണ്ട്, ഈ താഴ്വശത്ത് എത്രയാണ് ഓപ്പൺ റൗണ്ട് എന്ന് നോക്കണം. ഇവിടെ ഇപ്പോൾ 5 ഇഞ്ചാണ്. നമ്മൾ ആ 5 ഇഞ്ച് തന്നെയാണ്, ലൂസൊന്നും ആഡ് ചെയ്യേണ്ട. കാരണം ഇത് കറക്റ്റ് നമുക്ക് അളവിലുള്ളതാണ്. അതുകൊണ്ട് ഈ 5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കും. പിന്നീട് സ്ലീവിൻ്റെ ഒരു 5 ഇഞ്ച് ലെങ്തിൽ സ്ലീവിൻ്റെ അവിടുത്തെ ഓപ്പൺ റൗണ്ടും കൂടെ എത്രയാണെന്ന് 5 ഇഞ്ച് ഇവിടെ നിന്ന് സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് 5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടുത്തെ വണ്ണവും കൂടെ നമ്മളൊന്ന് നോക്കണം. ഇപ്പോൾ ഇവിടെ വരുന്നത് 7 ഇഞ്ചാണ്. എന്നിട്ട് ആ 7 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്താണ് നമ്മൾ സ്ലീവിന് ഇങ്ങനെ ഷേപ്പ് കൊടുത്ത് വരച്ചെടുക്കുന്നത്. ഇനി അടുത്ത ഒരെണ്ണം കൂടെ വേണം, നമ്മുടെ ആം റൗണ്ട്, നൈറ്റിയുടെ ആം ഹോളിൻ്റെ അവിടുത്തെ റൗണ്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ ആ സ്റ്റിച്ച് ചെയ്ത ആ പോയിൻറ്റിൽ കൂടെ ഇങ്ങനെ ഒന്ന് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടുത്തെ സ്റ്റിച്ച് വരെയുള്ള എത്രയാണെന്ന് നോക്കണം. ഇപ്പോൾ ഇവിടെ 10 ഇഞ്ചാണ് സ്റ്റിച്ച്, ഇവിടെ ആണ് വരുന്നത്, കണ്ടില്ലേ, ഇവിടെ വരെ 10 ഇഞ്ചാണ് വരുന്നത്. നമ്മുടെ ആം റൗണ്ടും കൂടെ ഒന്ന് അളന്നെടുക്കണം. ഇത്രയും അളവുകളാണ് നമുക്ക് ഒരു നൈറ്റി കട്ട് ചെയ്തെടുക്കാനായിട്ട്. നൈറ്റിയിൽ നിന്ന് അളവെടുത്ത് നമ്മൾ അളവെടുക്കുന്ന രീതിയാണ് ഇപ്പം കാണിച്ചത്. ഫുൾ ലെങ്ത്, ഷോൾഡർ, നെക്ക് വിഡ്ത്ത്, ഫ്രണ്ട് നെക്ക് ലെങ്ത്, ബാക്ക് നെക്ക് ലെങ്ത്, ചെസ്റ്റ്, വേസ്റ്റ് ലെങ്ത്, വേസ്റ്റിൻ്റെ അവിടുത്തെ വിഡ്ത്ത്, പിന്നെ സ്ലീവ് ലെങ്ത്, സ്ലീവിൻ്റെ ഓപ്പൺ റൗണ്ട്, പിന്നെ ആം റൗണ്ട്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.